ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ആ ദൈവസന്നിധിയിലേക്ക് എപ്പോഴും എല്ലാ ദിവസവും ആ ക്രൂശിനെ ധ്യാനിക്കണമെന്നുള്ള ദൈവവചനമാണ്. ഹല്ലേലൂയ ക്രൂശിനെ ധ്യാനിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നു. Amen. To meditate on the cross, it is said in the Bible. ജയകരമായ ഒരു ക്രിസ്ത്യൻ നയിക്കണമെങ്കിൽ ഹല്ലേലൂയ എപ്പോഴും ആ ക്രൂശിനെ ധ്യാനിക്കണം. In order to live a victorious Christian life, we need to meditate on the cross. വീഴാതവണ്ണം നമ്മൾ തന്നെത്താൻ സൂക്ഷിക്കണം. നമ്മൾ തന്നെത്താൻ ആദ്യം സൂക്ഷിക്കണം. First we need to keep ourselves. അതിനായിട്ട് നമ്മൾ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കണം. In order to keep ourselves, we need to trust in the blood and resist the devil. നമുക്കറിയാം യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വീഴാതവണ്ണം തന്റെ മഹിമാസനത്തിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ തക്കതായ ശക്തിയുള്ള ദൈവത്തെ പറ്റി ഹല്ലേലൂയ ആ കർത്താവിന്റെ ആ ശക്തി നമ്മളും ധരിക്കണം. Amen. Hallelujah. In Jude it said, like he is able to keep you from stumbling and present you faultless before his holy presence. Hallelujah. Amen. Hallelujah. Only he is able to keep you. Hallelujah. And keep your body, soul, spirit blameless. ഹല്ലേലൂയ. ജൂഡ് ചാപ്റ്റർ അതിന്റെ ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 20 നമ്മൾ ചെയ്യേണ്ട സഭ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ, ദൈവമക്കളായ ഹല്ലേലൂയ നമ്മളാണ്. നമ്മൾ മക്കളാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. In Jude, hallelujah, it says what a child of God should do. Because we are the children of God, he has specified what all things a child should do. അതിൽ 20 പറയുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. Hallelujah. But you, beloved, building yourself up on your most holy faith, praying in the Holy Spirit, keeping yourself in the love of God, waiting anxiously for the mercy of our Lord Jesus Christ to eternal life. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് praying in the Holy Ghost എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ടു മെയിൻറ്റെയിൻ ദി പ്രോസസ് ഓഫ് ക്യാരക്ടർ ചേഞ്ച്. നമ്മുടെ സ്വഭാവം മാറ്റുവാൻ വേണ്ടി, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വേണമെങ്കിൽ ഹോളി സ്പിരിറ്റിൽ നമ്മൾ പ്രാർത്ഥിക്കണം. I mean, in order for a character or to be into a godly character, to be like Christ, hallelujah, we need to trust in the Holy Spirit and to pray in the Holy Spirit. Then only these changes will happen in our life. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മെയിനായിട്ട് സൂക്ഷിക്കേണ്ട നമുക്ക് സെൽഫ് കൺട്രോൾ വേണം. നമുക്ക് അതിനായിട്ടുള്ള ടെമ്പറൻസ് വേണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ പ്രവൃത്തികൾ എന്നിവയെ നാം ആദ്യം സൂക്ഷിക്കേണ്ടത്. I mean, keeping yourself in the love of God means, hallelujah, we need to keep ourselves, hallelujah, in different, we have to use our senses, hallelujah, and keep them. Even our eyes, hallelujah, our senses, hallelujah, should be used and kept, so that it is kept in the love of God. 21 പറയുന്ന, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. Keeping yourself in the love of God, waiting anxiously for the mercy of our Lord Jesus Christ to eternal life. അങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ദൈവം നമ്മളെ സൂക്ഷിച്ചുകൊള്ളും. I mean, if we keep ourselves, God will keep us. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം ദൈവം ചെയ്യും. I mean, when we start taking the steps for keeping ourselves, hallelujah, or protecting ourselves, hallelujah, keeping ourselves in the love of God, whatever we are not able to do or whatever is above our head, hallelujah, above our hands, hallelujah, God will intervene and work for us. അതുകൊണ്ടാണ് വേഴ്സ് 1 പറയുന്നുണ്ട്, നമ്മളെ സൂക്ഷിച്ചു എന്ന് ഉള്ളൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. 1 വാക്യത്തിൽ പ്രിസർവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതൊന്ന് വായിച്ചാട്ട് 1 പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾ കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അവിടെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്കാണ് അവിടെ പറയുന്നത്. Amen. And in the first verse it says about those
who are kept for Jesus Christ. And Amen. this letter is Hallelujah. written for those people who are kept for Jesus Christ. എന്നിട്ട് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. Hallelujah. Amen. And we can understand from this verse that we have Jesus Christ who is keeping us. നമ്മൾ ആത്മീയമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളെ ദൈവം സൂക്ഷിക്കും. കാര്യം ഒരപ്പനും അമ്മയും എങ്ങനെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നു അതുപോലെ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. I mean, just like a small child, hallelujah, is kept in safety by their parents. Likewise, our Father in heaven, hallelujah, our Jesus Christ, hallelujah, our Holy Spirit, hallelujah, keeps us. Amen, hallelujah. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങള് ഹല്ലേലൂയ വലിയൊരു കുഴിയിലേക്ക് വീഴാനായിട്ട് അവര് ഓടിപ്പോകുമ്പോൾ ഓടി വന്ന് നമ്മൾ അവരെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനിടയാകും. I mean, if a child is about to step into a hole, hallelujah, what would the parents do? They will come and grab him away, hallelujah, her away from that hole and protects her and keeps her. നമ്മളിപ്പം നമുക്ക് തന്നെത്താൻ സൂക്ഷിക്കണം. സൂക്ഷിക്കാതെ നമുക്കെന്തെങ്കിലും കഴിയാതെ വന്നെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ നമ്മളെ മക്കളാക്കിയ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. I mean, we have a Father who keeps us. We know, hallelujah, there is a limit for us to keep ourselves, but our Father, he is able to keep beyond all our imaginations. Hallelujah. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ 24 വായിക്കും. If we have any doubt, we can read 24, which proves the point. നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ അധികാരമുള്ളവന്. ഹല്ലേലൂയ. മതി. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. So in 24 it says, now to him who is able to keep you from stumbling and to make you stand in the presence of his glory blameless with great joy. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആദ്യം പറയുന്നത് നമ്മൾ തന്നെ താൻ സൂക്ഷിക്കണം. First it states in Jude, as we read before, that we need to keep ourselves. കാര്യം നമുക്ക് ചില പരിമിതികളുണ്ട്. നമുക്ക് തന്നെ സൂക്ഷിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ബോഡി സോൾ എന്നപ്പോൾ കേട്ട ബോഡി സോൾ ആൻഡ് സ്പിരിറ്റിനെ സൂക്ഷിക്കാത്ത ചില പരിമിതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സൂക്ഷിപ്പിന് പ്രാധാന്യമേകുന്നത്. I mean, we know that there are limitations in which we can keep our body, soul, spirit. That's why this this verse reminds us that our Father will intervene into our limitations, and he will keep us so that we become blameless and with exceeding joy in his presence. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞാൻ ഇന്നടത്ത് പോകുമ്പോൾ വീഴല്ലേ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകില്ലേ ഇങ്ങനൊക്കെ പറയുന്നത്. നമ്മളെ സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. ചിലപ്പം അതുകൊണ്ടാണ് ആ സൂക്ഷിപ്പിനെ ഓർത്ത്. കാര്യം നമ്മളെ മക്കളാണ്. ഒരു രാജാവിന്റെ ഒരു മക്കൾ അല്ലെങ്കിൽ ക്രൗൺ പ്രിൻസ് അങ്ങനെയുള്ളവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം എസ്കോർട്ടോടുകൂടിയാണ് അവർ പോകുന്നത്. നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മുടെ ചുറ്റും ഊര്യവളുമായി നമ്മൾ മക്കളായിരിക്കണം. ദൂതന്മാർ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള ഓർമ്മ നമ്മളെ ഭരിക്കും. Amen. Hallelujah. We are the children of heaven. Hallelujah. We are the children of God. Hallelujah. As a child of a royal family, of a child of a royal kingdom, hallelujah, there are provided escorts or ministering angels. And in our terms, ministering angels are around us to protect us. Hallelujah. That protection, and that's why when we start our journeys, hallelujah, we pray, preserve us, Lord. Hallelujah. What is the reason? Because we trust in that power, hallelujah, in our Father, because he is able to provide for us the required, hallelujah, protection, hallelujah, escorts, hallelujah, or ministry which is required on the journey, because things are beyond our capability or and it is our limitation, but God intervenes into all these limitations so that we are sustained and kept for a royal purpose. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രയർ വേഴ്സ് നമ്മൾ ഓർക്കണം. കർത്താവ് പഠിപ്പിച്ച നമ്മളെയല്ല, കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച എന്തുവാണ്? ദുഷ്ടനിൽ നിന്നും ലോർഡ്സ് പ്രയറിൽ എന്തുവാണ്? ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. Amen. Hallelujah. Just like it is said in the Lord's Prayer, but Jesus taught his disciples, like, hallelujah, keep us from evil. യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 17-ാം അധ്യായത്തില് അവിടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 17-15 വായിച്ചാട്ടെ. Amen. In John chapter 17 verses 15 it says like this, I do not ask you to take them out of the world, but to keep them from the evil one. This was the prayer which Jesus prayed to his Father regarding his disciples. ഹല്ലേലൂയ. അവര് ദുഷ്ടൻ കാണാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. Amen. Here again I am reminding you, Jesus prayed for his disciples like this,
keep them from the evil one. ഉണ്ടോ? പിതാവിന്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന, കർത്താവെ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഒരു അലറിയാൽ. അതുകൊണ്ടാണ് 100 ആടുണ്ടായി 99 വിട്ടിട്ട് ആ കാണാപോയ ആടിനെ പോയതുപോലെ ദൈവത്തിന് കർത്താവ് കഴിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന കഴിക്കുന്നത് എന്താ? ഒന്നുപോലും നഷ്ടപ്പെട്ടിരുന്ന നിലവിളിയാണ് പിതാവിന്റെ അടുത്ത്. Every prayer that is prayed is not in vain. Everything is done with a purpose. Hallelujah. It is regarding, hallelujah, Jesus knew the system. Hallelujah. Jesus knew the spiritual, hallelujah, level. Hallelujah. And he didn't want none to, hallelujah, be lost. Hallelujah. Just like a shepherd, hallelujah, he doesn't desire none to be lost. There are different elements that are there for the destruction of the sheep. Hallelujah. But he doesn't want none of the sheep to be lost. So what he does, he leaves or keeps aside the 99 and goes after the one sheep. That is likewise Jesus. What he did is that he didn't go after, hallelujah, but he prayed to his Father. He went to the lost sheep. That is one thing. But he also kept in his prayer, hallelujah, to preserve or to keep them from whom? From the evil one, so that they won't be lost, hallelujah, or gone away from the presence of God. കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തന്നെ സൂക്ഷിപ്പാനും നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത് ദൈവം സൂക്ഷിക്കുകയും നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി, ഒരു വിത്തൗട്ട് സ്പോട്ട്, ആ രീതിയിൽ കർത്താവ് നിർത്തുവാൻ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. We need to keep ourselves, and whatever limitations we have, God is able, or our Jesus Christ, our Holy Spirit is able to keep us. And what is meant by keeping is that we should stand before His presence blameless and with exceeding joy. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യൂദായുടെ ലേഖനം ലാസ്റ്റ് പറയുന്നത് എന്തുവാണ്? രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ, യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവ്വലോകത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. Amen. In Jude 1:25 it says, to the only God, our Savior, through Jesus Christ our Lord, be glory, majesty, dominion and authority before all time and now and forevermore. Amen. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ ആ കർത്താവിനെയും കുഞ്ഞാടിന്റെ ദൈവത്വത്തെ പറ്റിയൊക്കെ നമ്മൾ കാണുവാനിടയായി. I mean, last week we had read about, hallelujah, or we listened, hallelujah, the worship that happens in heaven, hallelujah, and how the elders praise, hallelujah, the lamb that was slain, and it resembles the verse which you read right now. അവിടെ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അത് 5:12 അത് പറയുന്നത് 7 കാര്യങ്ങളാണ്. 7 സിംഫണി ഓഫ് പ്രൈസ് എന്നാണ് അതിനെ വേദപണ്ഡിതന്മാർ പറയുന്നത്. 7-fold സിംഫണി ഓഫ് പ്രൈസ്. Amen. Hallelujah. In 5:11, Revelation 5:11 and 12, and it says in 12, worthy is the lamb that was slain to receive power and richness and wisdom and might and honor and glory and blessing. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ച എത്ര എണ്ണം ഉണ്ടായിരുന്നു? യൂദ അതിനകത്ത് കുറച്ച് ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. And when we read in Jude, how many have been stated? It states 4. It says glory, majesty, dominion and authority. Power. ഇവിടെ ആണെങ്കിൽ 7 കാര്യം ഉണ്ടോ? സ്വർഗത്തിലെ ആരാധനയാണത്. I mean, this is the worship in heaven. This is only worship in heaven. 7-fold symphony of praise. And these are the 7-fold symphony of praises. കാരണം അതിന്റെ മേളിൽ പുസ്തകം തുറക്കുവാൻ യോഗ്യനായ കർത്താവ് യേശുക്രിസ്തു മാത്രമേ, കുഞ്ഞാട് മാത്രമേ ഉള്ളൂ നമ്മുടെ മേളിൽ വായിക്കുവാൻ കഴിയും. I mean, this song or this symphony arises, or this worship arises, because there was only one who was able to break the seal and open and read it. അവിടെ 7-ാമത്തെ വാക്യത്തോട്ട് തുടങ്ങുമ്പോൾ എന്താണ്? അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി എന്നവിടെ വായിക്കാൻ കഴിയും. കർത്താവ് കുഞ്ഞാടെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അറക്കപ്പെട്ട കുഞ്ഞാട് കാൽവറിയിൽ. Amen. And in 5 it says that I saw, in 5:7 it says that, and he came and took the book out of the right hand of him who sat on the throne,
And when he had taken the book, the 4 living creatures and the 24 elders fell down before the Lamb, each one holding an harp and golden bowl full of incense, which are the prayers of the saints. And they sang a new song, saying, Worthy are you to take the book and to break its seal. For you were slain and purchased for God with your blood men from every tribe and tongue and people and nation. You have made them to be a kingdom and priests to our God, and they will reign upon the earth. അവിടെ കണ്ടോ, എൽഡേഴ്സ് ഫെൽ ഡൗൺ ബിഫോർ ദി ലാം Hallelujah. ആൻഡ് ദി ഫാദർ. Amen. Hallelujah. The elders. It is കുഞ്ഞാടിന്റെ said. മുമ്പാകെ Amen. വീണെന്ന് അവിടെ Hallelujah. കാണാം. There was only one who was worthy, and that was the lamb that was slain. And when the worthy one took the sealed, hallelujah, scroll, hallelujah, from the hand of God, hallelujah, what happened is that everyone started respecting, everyone started saying, you are worthy, because he was worthy, because he died for us. എന്തിനു വേണ്ടി ഹല്ലേലൂയ കുഞ്ഞാടിന്റെ മുൻപിൽ അവർ വീഴേണ്ട ആവശ്യം എന്തിനാണ്? What was the reason for every element in heaven to fall down before the lamb? ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി ആരെങ്കിലും എതിരായിട്ട് സംസാരിച്ചാൽ ഈ വാക്യം എടുത്തു പറഞ്ഞാൽ മതി. If ഹല്ലേലൂയ. anyone speaks against the deity of Jesus Christ, hallelujah, this is the word that should be spoken. ആ കർത്താവിന്റെ സ്വഭാവം കണ്ടോ, അതിന്റെ കർത്താവിനെ പറ്റി അതിന്റെ മേലോട്ട് വായിക്കുമ്പോൾ അറിയാം. മൂപ്പന്മാര് ഒരുത്തന് എന്നോട് പറയുവാണ്, കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കം ജയം പ്രാപിച്ചിരിക്കുന്നു. Amen. Hallelujah. One of the elders, one of the 24 elders started saying, when he saw, hallelujah, John weeping, he said to John, the weeping John, like this, stop weeping. Behold, the lamb that is from the tribe of Judah, the root of David, has overcome so as to open the book and its 7 seals. നമുക്കറിയാം 7 സഭകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകുമെന്ന്. Amen. Hallelujah. Regarding overcoming, hallelujah, Jesus says to the 7 churches, one of the 7 churches, that if anyone overcomes, he will be given the right to sit in besides me in the seat. നമ്മളെല്ലാവരും Right hand of God. Yeah. നമ്മൾ മുമ്പേ യൂദായി പറഞ്ഞ പോലെ നമുക്ക് വീക്ക്നെസ് ഉണ്ട്, പക്ഷേ നമ്മളെ ശക്തീകരിക്കുന്ന, എന്നെ ശക്തനാക്കുന്നവൻ സകലവും മുഖാന്തരം ഞാൻ സകലവും ആയിരിക്കുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആ ശക്തി ലഭിക്കാതെ നമുക്കൊരിക്കലും ജയകരമായി ക്രിസ്തുവിനെ നയിപ്പാൻ കഴിയില്ല. Amen. I can do all things through him who strengthens me. Hallelujah. Unless we receive the heavenly strength, we can't do. Hallelujah. Or we can't be able to keep ourselves. Hallelujah. That is why we require, or we request, or we ask God, hallelujah, to keep us. Hallelujah. ശക്തിയില്ലെങ്കിൽ നമ്മുടെ പിതാവ് സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്, കുഞ്ഞാടും കൃപാസനത്തിൽ ഇരിപ്പുണ്ട്. ആ കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് ശക്തി കുറവാ, ശക്തി വേണമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരും. I mean, if we know our limitation, we will be asking God who is seated on the throne. We'll be asking our mediator who is sitting besides him. Hallelujah. We'll ask for the strength, and he shall give you the strength which is through the Holy Spirit into your life. ശരിക്കും ആ ബ്യൂട്ടി ഓഫ് ദി ഗോസ്പൽ ശരിക്കും ആ ദാവീദിന്റെ ഗോത്രത്തിലെ സിംഹം എന്നുള്ള വാക്യമാണ്. I mean, the beauty of the gospel is that, hallelujah, it is about, hallelujah, the lion, hallelujah, which is rooted, hallelujah, which has its root, hallelujah, from the tribe of David, hallelujah. From lamb to the image of lamb to lion, right? Amen. Hallelujah. We saw the crucified Jesus as the lamb, hallelujah, but he is going to come as a lion, hallelujah. He is sitting as a lion. Amen. And he has resurrected from the grave and is seated at the right hand, hallelujah. He is the judge, and he is, hallelujah, like a lion in the heaven, hallelujah. അതുകൊണ്ടാണ് മൂപ്പന്മാർ പറഞ്ഞ് ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നത്. I mean, that's why the elders said, hallelujah, regarding Jesus Christ, that he is the Lion of Judah. ഹല്ലേലൂയ. ആ ഒരു കർത്താവിന് മാത്രമേ ഈ പുസ്തകത്തിന്റെ 7 മുദ്രകളും തുറക്കുവാൻ കഴിയുള്ളൂ. And what made him worthy to break the 7 seals? Because he was the lamb that was slain. That made him worthy, hallelujah, to break the seal, hallelujah. കുഞ്ഞാട് അറക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം 3-ാം ദിവസം ദാവീദിന്റെ ഗോത്രത്തിലെ സിംഹമായി പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരിക്കുവാനിടയായി. As a lamb he was crucified and died and buried, hallelujah. But on the 3rd day he rose like a lion, hallelujah, and hallelujah, seated at the right hand of God. അത് പക്ഷേ ആ കർത്താവിന്റെ ആ നേച്ചർ താഴോട്ട് വായിക്കുവാൻ കഴിയും. 7 കൊമ്പും
സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ടെന്ന് അത് കാണുവാൻ കഴിഞ്ഞു. Amen. In which verse? 6ന്റെ ലാസ്റ്റ്. Amen. It's chapter. കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ നിൽക്കുന്ന കണ്ടു. അതിന് 7 കൊമ്പും, ആ കുഞ്ഞാടിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. Amen. 6 verses. Can anyone read? Verse 6. 6 verses. 6. No, 5ന്റെ 6. 5 verses 6. And I saw between the throne with the 4 living creatures and the elders a lamb sitting as if slain, having 7 horns and 7 eyes, which are the 7 Spirit of God, sent out into all the earth. 7 എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയെ കാണിക്കുന്നു. I mean, when we see the number 7 in the Bible, in the entire Bible, it represents completion, or hallelujah, it is represents fullness. 7 അത് അന്നേരം വന്നോടെ 7 കണ്ണെന്ന് പറയുമ്പോൾ ഓംനി പ്രസന്റ് ഹല്ലേലൂയ അത് കാണുവാനിടയാവും. I mean, when the 7 gets attached to the eyes, it means that he is omniscient or omnipresent. He can see everywhere, everything at every time. 7 കൊമ്പെന്ന് പറയുമ്പോൾ ശക്തിയെ കാണിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. I mean, when 7 is attached to the horns, it represents the authority which he has over everything, all things, all creations, all elements, even in heaven or in earth. The Lord is under his authority. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen. Hallelujah. That is why the Holy Spirit is saying through the book, hallelujah, let whatever is said regarding the churches or the 7 churches, let him who has ear, let him hear. അതിന്റെ ഈ റെവലേഷന്റെ 3ന്റെ 21 പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എന്തോ ഇത് പുസ്തകം തുറക്കുവാൻ പ്രിവയിലായതുപോലെ. I mean, just like Jesus Christ, hallelujah, prevailed or overcome, hallelujah, in order to open, hallelujah, the sealed scroll. Likewise, hallelujah, it is said in 3 verses 21, yeah. He who overcomes, I will grant him. I will grant to him to sit down with me on my throne, as I also overcome and sat down with my Father on his throne. He who has an ear, let him hear what the Spirit says to the churches. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen. He who has an ear, let him hear what the Spirit says to the churches. ചെവിയുള്ളവർക്കേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ജയാളികൾക്കേ അത് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. Oh, those who have only ears can only hear. Hallelujah. Those who have overcome will hear. Hallelujah. Hear what? Hallelujah. Regarding what Jesus spoke, hallelujah, through the Spirit to the churches. ഹല്ലേലൂയ. ആത്മീയ വളർച്ച വിട്ട് കേവലം വിശുദ്ധീകരണം ഒന്നുമില്ലാതെ ഇല്ലാതെ കേവലം വീണ്ടും ജന്മം മാത്രം പ്രാപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയില്ല. Amen. If our growth is stagnant or if we are not maturing enough, hallelujah, if we are in the initial stage, baby stages of our Christian journey, hallelujah, we won't hear. Hallelujah. We need to grow into maturity. We need to grow, hallelujah, into the holiness, hallelujah, into the Christian living, hallelujah, by faith. All these aspects should come into the picture. Then only we can hear, or when whatever is heard, hallelujah, means something, hallelujah, which is needed, hallelujah, regarding what the Spirit spoke to the churches. തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4ന്റെ 1 Thessalonians chapter 4:16 പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരെ മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. Amen. In 4 verses 16 in the 1 Thessalonians it says like this, for the Lord himself will descend from heaven with a shout, with the voice of the archangel and with the trumpet of God, and the dead in Christ will rise first. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. Then we who are alive and remain will be caught up together with them in the clouds to meet the Lord in the air, and
so we shall always be with the Lord. Therefore comfort each other with these words. These are the words spoken, hallelujah, by Paul, hallelujah, about those who hear, hallelujah, with their ears, and they will hear the trumpet. Even if they are died, they shall hear. Even they are living, hallelujah, if they hear, hallelujah, they shall be raised up, hallelujah, on the trumpet call. ഇപ്പോഴേ കേൾക്കാൻ ചെവികളുള്ളവൻ കേട്ടില്ലെങ്കിൽ ഈ ശബ്ദം നമ്മൾ കേൾക്കുകയില്ല. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുകയില്ല. I mean, if those who have ears are not hearing, hallelujah, these things that are written, hallelujah, or not understanding what is written about, hallelujah, the churches spoken by the Spirit, hallelujah, when the time of trumpet come, would, hallelujah, that same person hear, because he has not readied himself or prepared himself, hallelujah, for the trumpet. മലിനപ്പെടുത്തുന്ന അനേക ശബ്ദങ്ങൾ ഇപ്പോൾ ഈ ലോകത്തിൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്, ദൈവം ദുഃഖിക്കുകയാണ്. Hallelujah. There are so many things that, hallelujah, causes, hallelujah, evil, hallelujah, that causes impurity in our life, hallelujah. Whatever voices that we hear, hallelujah, the God is, hallelujah, worrying, hallelujah, his concerned for that. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദൈവഭയം ഇല്ലാതാകും. When we go in that track, hallelujah, we will be without the fear of God. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാപത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദൈവഭയം എന്ന് പറഞ്ഞാൽ കർത്താവ് ഗ്രീവാകുന്നു, കർത്താവിന് ദുഃഖമുണ്ടാകുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരികയും നമ്മൾ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനിടയാകും. What is the fear of God? Fear of God, hallelujah, means, hallelujah, we won't do anything which causes grief, hallelujah, to our Father, hallelujah, to the one who died for us in heaven. അല്ല ദൈവം നമ്മളെ ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കുന്ന ഒരാളെന്നുള്ള ചിന്തയല്ല ഫിയർ ഓഫ് ദി ലോർഡ്. The fear of God doesn't mean that God is the one who is punishing, hallelujah, because of that I should fear him. No. അതുകൊണ്ടാണ് നമുക്കറിയാം അബ്രഹാമൊക്കെ നീ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്താൽ കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്യുന്ന ഒരു സ്വഭാവം, അനുസരിക്കുന്ന സ്വഭാവം, അതാണ് ഫിയർ ഓഫ് ദി ലോർഡ്. When Abraham was, hallelujah, given the testimony that he feared the Lord, it didn't mean that he did it out of, hallelujah, fear, hallelujah, of God, hallelujah, but he did it out of his pure devotion to his master in heaven, hallelujah. That's why he was able to, hallelujah, give, hallelujah, or listen to the voice and obey and give his child, hallelujah, as a sacrifice. അങ്ങനെയുള്ള ഒരു ഹല്ലേലൂയ സ്വത്രം ദൈവമകൻ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് അവൻ ഒരിക്കലും ഹല്ലേലൂയ സ്വത്രം അവൻ്റെ കൂട്ടുകാരൻ പറയുന്നതോ അവൻ്റെ ഭാര്യ പറയുന്നതോ അവൻ്റെ ഭർത്താവ് പറയുന്നതോ കേട്ട് ദൈവസന്നിധിയിൽ നടന്നു പോകുകയില്ല. Amen, hallelujah. If the person is like that, he won't be deviated by many voices that can come from our close ones or our father ones, hallelujah, but he will only keep his mind, hallelujah, on Christ and the voice that is heard through Christ Jesus, because he gave his life for you, and through that voice, hallelujah, he will lead, hallelujah, into the direction, hallelujah, which God wants him to go. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. ഈ അബ്രഹാം ഒരിടത്ത് പറയുന്നുണ്ട് ഇവിടെ ദൈവഭയമില്ല. നീ അതുകൊണ്ട് എൻ്റെ സിസ്റ്ററായിട്ട് പറഞ്ഞേക്കാൻ ഹല്ലേലൂയ, ദൈവഭയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. There was a place in which, hallelujah, God says that when Abraham says that this place has no fear of God, so hallelujah, Abraham said to Sarah, hallelujah, you should call me as your brother and I will act as you are my sister. അങ്ങനെ വഷളത്തപ്പെട്ട ഒരു ലോകമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതിലും വഷളത്തുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. So hallelujah, but we are living in a times where, hallelujah, the times are like that, hallelujah, where people don't fear God, hallelujah, has no respect for God, hallelujah. In that time, hallelujah, we should ask the grace of God more and more. ഇവിടെ നമ്മൾ സന്നദ്ധാൻ സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയുമാണ്. If we are not able to, hallelujah, keep ourselves, we need to ask, hallelujah. We should know our limitation. We should ask for the grace of God, and he shall send forth his Holy Spirit into our life, hallelujah. ഞാൻ ചുരുക്കുന്നു, നമുക്ക് ദൈവത്തെ നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. This presence of the Holy Spirit is in this place. അതനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that we shall experience it more and more. നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Let us submit our hearts into the hands of God. കർത്താവ് നിറയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് കവിയുന്ന അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. Let us experience the infilling, hallelujah, that quenches our thirst and it fills us and it outpours and goes and as a river from our heart,
hallelujah, stotram, hallelujah. Holy Spirit, Rashi Raba Malasin Karabona Laba Murusin Karabona Rabara Lela Baburise La 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 Bola La Bola Baba La Karababo Shebaba Banasira Baba Mama Mana Dira Reba Bushaba Mana Diri. പരിശുദ്ധാത്മാവേ ഈ കടന്നു വന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. Amen. Hallelujah. Holy Spirit, hallelujah, come on us and on each one of us and fill with your Holy ഈ Spirit. ദേശം വിടുവിക്കപ്പെടണം. Let the land be delivered. ദൈവഭയം ഇവിടെ ഉണ്ടാകണം. Let the fear of God be in this ദൈവത്തിലേക്ക് land. തിരിയണം. Let people turn back to you, Christ Jesus. എല്ലാവരും രക്ഷ പ്രാപിക്കണം. Let everyone be saved. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാൻ. കർത്താവ് ഈ Pray. വചനങ്ങളാൽ Amen. കർത്താവ് Let's നമ്മളെ pray, and with these words, let God bless you. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം.